എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓഡിറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതങ്ങനെ ഒരു ബോറിംഗ് ചെക്ക് ലിസ്റ്റൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഓഡിറ്റും വിജയിക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഇതാണ്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ. അപ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു വലിയ കെട്ടിടം പണിയുന്നതും ഒരു വലിയ കമ്പനിയെ ഓഡിറ്റ് ചെയ്യുന്നതും തമ്മിൽ എന്തായിരിക്കും പൊതുവായിട്ടുണ്ടാവുക? ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്ലേ? ഉത്തരം വളരെ സിമ്പിളാണ്. രണ്ടിനും കൃത്യവും ശക്തവുമായ ഒരു ബ്ലൂ പ്രിന്റ് വേണം. ആ ബ്ലൂ പ്രിന്റിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു പ്ലാനുമില്ലാതെ ഒരു ഓഡിറ്റ് തുടങ്ങുന്നത് ഒരു വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടുന്നതിന് തുല്യമാണ്. ഇത് ഒരു മാപ്പുമില്ലാതെ ഒരു പരിചയമില്ലാത്ത വലിയ സിറ്റിയിൽ പോയി അലയുന്നത് പോലെയാണ്. നിങ്ങളുടെ സമയവും പോകും, പണവും നഷ്ടപ്പെടും, ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഓഡിറ്റിനും ഒരു നല്ല ബ്ലൂ പ്രിന്റ് കൂടിയേ തീരൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനമെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഒരു പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഓഡിറ്റർമാർ എവിടെ തുടങ്ങണം, എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷനിലാവും. ഇത് വെറുതെ സമയവും പണവും കളയാനേ ഉപകരിക്കൂ. അതുകൊണ്ട് എഫക്റ്റീവായും എഫിഷ്യന്റായും കറക്റ്റ് സമയത്തും ഒരു ഓഡിറ്റ് തീർക്കണമെങ്കിൽ നല്ലൊരു പ്ലാനിംഗ് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്തെ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ടതിൽ. അപ്പോ ഒരു നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റർമാർക്ക് എല്ലാ പ്രധാനപ്പെട്ട ഏരിയകളും കവർ ചെയ്യാനും ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പിക്കാനും പറ്റൂ. ഇനി ഓഡിറ്റിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ ഇടില്ലേ, അതുപോലെ തന്നെ ഓഡിറ്റർമാരും ശരിക്കുള്ള പ്ലാനിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചില പ്രാഥമിക കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഇതാണ് ഒരു ഓഡിറ്റിന്റെ വിജയത്തിന്റെ ആദ്യത്തെ പടി. അപ്പോ ശരിക്കുള്ള പ്ലാനിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങളാണിത്. ഒന്നാമത്തേത് ക്ലയന്റുമായുള്ള ബന്ധം. അതായത് ഈ ക്ലയന്റുമായിട്ട് മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം എത്തിക്സ് ആണ്, അല്ലെങ്കിൽ ധാർമ്മികത. ഓഡിറ്റ് ടീം എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആണ്, നിഷ്പക്ഷരാണ് എന്നൊക്കെ ഉറപ്പുവരുത്തണം. പിന്നെ മൂന്നാമതായിട്ട് ഓഡിറ്റിന്റെ നിബന്ധനകൾ. എന്താണ് ഓഡിറ്റിൽ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യുക എന്നതിലൊക്കെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കണം. ഈ 3 കാര്യങ്ങളാണ് ഒരു നല്ല ഓഡിറ്റ് പ്ലാനിന്റെ അടിത്തറ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി. ഇനി നമുക്ക് മാസ്റ്റർ ബ്ലൂ പ്രിന്റ്, അതായത് ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇത് ഓഡിറ്റിലെ ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുമല്ല പറയുന്നത്, പകരം ഒരു ബിഗ് പിക്ചർ, ഒരു ഓവറോൾ വിഷൻ തരികയാണ് ചെയ്യുന്നത്. ഈ ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പ്രോസസ്സിനെ മൊത്തത്തിൽ ഗൈഡ് ചെയ്യുന്ന ഒരു മാർഗരേഖയാണ്. എന്ത് ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നതിൻ്റെയൊക്കെ ഒരു രൂപരേഖ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സ്ട്രാറ്റജിയും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്ത്, എന്തിന് എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് നമ്മുടെ വിഷൻ എന്താണ്. പക്ഷെ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കൃത്യമായി എന്ത് സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത് എന്ന് പ്ലാൻ പറയും. ഒന്ന് വിഷനാണെങ്കിൽ മറ്റേത് ആക്ഷനാണ്. അത്രേ ഉള്ളൂ. ശരി, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ വിഷനെ അല്ലെങ്കിൽ സ്ട്രാറ്റജിയെ എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആക്കി മാറ്റാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓഡിറ്റ് ടീമിന് ഫോളോ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റോഡ് മാപ്പാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിലുണ്ടാവും. അപ്പോ ഓഡിറ്റ് പ്ലാനിൽ മെയിനായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് റിസ്ക് അസസ്മെന്റ്, അതായത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത എന്ന് കണ്ടുപിടിക്കാനുള്ള വഴികൾ. രണ്ടാമത് ആ റിസ്കുകൾ കണ്ടുപിടിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ എന്തൊക്കെ തുടർനടപടികൾ എടുക്കണം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എവിടെ നോക്കണം, എന്ത് പരിശോധിക്കണമെന്നെല്ലാം കൃത്യമായി പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ. ഇത്രയും സൂക്ഷ്മമായ ഒരു പ്ലാനിംഗ് പ്രോസസ്സിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഫലമെന്ന് പറയുന്നത് വിശ്വാസമാണ്. എങ്ങനെയാണ് ഈ പ്ലാനിംഗ് ആ വിശ്വാസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ഒരു നല്ല ബ്ലൂ പ്രിന്റ് ഉണ്ടായാലുള്ള ഗുണങ്ങൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുടക്കത്തിലേ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഈ ജോലിക്കായി ഏറ്റവും യോജിച്ച ആൾക്കാരെ തന്നെ ടീമിൽ ഉൾപ്പെടുത്താനും പറ്റും. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു കിടിലൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നത്. ഒരു നല്ല പ്ലാനിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് ഇതാണ്. റിസ്ക് കൂടുതലുള്ള ഏരിയ ഏതാണോ അവിടെ ഓഡിറ്റർമാരുടെ ശ്രദ്ധയും സമയവും കേന്ദ്രീകരിക്കാൻ അത് സഹായിക്കും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരില്ല.
പ്ലാനിങ്ങിന്റെ മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാണാനും അത് വലുതാകുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കാനും സാധിക്കും. ഇത് ഓഡിറ്റ് പ്രോസസ്സ് വളരെ സ്മൂത്താക്കാൻ സഹായിക്കും. ഈയൊരു വാചകം നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ എല്ലാം ഒരു സമ്മറിയാണ്. ഒരു ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ്: ഓഡിറ്റ് റിസ്ക്, അതായത് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് കൊണ്ടുവരിക. അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? ഇനി നിങ്ങൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ബ്ലൂ പ്രിന്റിന്റെ കാര്യമൊന്ന് ഓർത്തു നോക്കൂ. ആ നമ്പറുകൾക്ക് പിന്നിൽ